ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലിയുടെ കൂടിയും ദോശയുടെ കൂടിയും കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. പാൻ എടുക്കുക, എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് അതൊന്ന് പൊട്ടിക്കുക. ശേഷം അതിലോട്ട് ഒരു 15 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യണം കേട്ടോ. അതും കൂടി ഇട്ട് നല്ലോണം സോട്ട് ചെയ്തതിന് ശേഷം 3 തക്കാളി ഇതേപോലെ അരിഞ്ഞ് വെച്ചതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. തക്കാളി എങ്ങനെ വേണമെങ്കിലും അരിയാൻ, കാരണം നമുക്കിത് വഴറ്റിയതിന് ശേഷം ഇത് മിക്സിയിൽ നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. തക്കാളി ഒരു 2 മിനിറ്റ് വെന്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കറിവേപ്പില, ഒരു കുഞ്ഞ് കഷ്ണം പുളി, പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ ശർക്കരയാണ് കേട്ടോ. ശർക്കരയുടെ കഷ്ണമുള്ളവർ അത് ആഡ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതേ നീരാക്കി വെച്ചതുണ്ട്, അതിൻ്റെ ഒരു വലിയ ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത്ര നേരം ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയതിന് ശേഷം ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ നമുക്ക് അരഞ്ഞ് കിട്ടുക. ഇനി ഇതിൻ്റെ വറവ് നമുക്ക് ആഡ് ചെയ്യാം. വെളിച്ചെണ്ണയിലോട്ട് കടുക് പൊട്ടിക്കുക. ശേഷം ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കറിവേപ്പിലയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചമ്മന്തിയിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞോളൂ.